അങ്ങനെ നമ്മൾ സ്നോ തേടിയിട്ട്, അതായത് പഴയ എൽസ തന്നെയാണ് ഈ ഇരിക്കുന്നത്. ഞങ്ങളുടെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയായിരിക്കും, പണ്ട് ഇവരെ തന്നെ വിചാരിച്ചിരുന്നത് എൽസിയും അന്നയുമായിട്ടായിരുന്നു. അവരുടെ രണ്ടുപേരുടെയും ഒരു ഒബ്സഷൻ പോലെയായിരുന്നു എൽസ, നിത്തു എൽസ, കിത്തു ആന, അങ്ങനെയായിരുന്നു പണ്ട്. അപ്പോൾ അവർക്ക് അന്ന് തൊട്ടേ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ, മഞ്ഞിൽ കളിക്കണം അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ നോർമലി ഏതൊരു മനുഷ്യന്മാർക്കും ഉണ്ടാവും ഒരു പ്രാവശ്യമെങ്കിലും മഞ്ഞ് എന്താണെന്ന് അറിയണം, അത് ഉള്ള സ്ഥലത്ത് പോകണം എന്നൊക്കെ. അപ്പോൾ എന്തായാലും ദയവായിട്ട് നമുക്കിങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്നതുകൊണ്ട് കുട്ടികളെ അങ്ങനെയൊക്കെ ഒരു ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ നമുക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റി. അപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണി പാളി എന്ന് പറയാം. അത് ഞാൻ ലാസ്റ്റ് പറയാട്ടോ എന്താ ഉണ്ടായെന്നുള്ളത്. ലാസ്റ്റ് അല്ല, ഇപ്പോൾ നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും ഏകദേശം നമുക്കൊരു ഐഡിയ പിടികിട്ടും. ഒന്നാമത് സമ്മർ ആണ് അവിടെ, അതായത് സമ്മർ സ്റ്റാർട്ട് ചെയ്തു. ചില ഭാഗങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ സ്നോ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഗുൽമാർഗിലുണ്ട് കേട്ടോ, ഗുൽമാർഗിലുണ്ട്. പിന്നെ സോനാമാർഗ് എന്ന് പറഞ്ഞിട്ട് വേറൊരു സ്ഥലം. പിന്നെ പെഹൽഗാമ ആ ഭാഗത്തേക്കൊന്നും നമ്മൾ പോകണില്ല, കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ഒരു ഇഷ്യൂസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും നമ്മൾ അങ്ങനെ പ്രിഫറും ചെയ്തില്ല. നമ്മളുടെ ഈ ഒരു ടൂർ പാക്കേജിൽ കുറച്ചൊരു 5 ദിവസത്തിൽ നമുക്ക് അടുത്തടുത്തുള്ള സ്ഥലങ്ങൾ ഫാമിലിയൊക്കെ ആയിട്ടും കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മുടെ ഗ്രൂപ്പിലുണ്ടായിരുന്നു. അപ്പം അതിനനുസരിച്ചിട്ടാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഏറ്റവും ലാസ്റ്റ്ലി ജോയിൻ ചെയ്തതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്താൻ പറ്റില്ല. നമ്മളൊരു 2 days മുമ്പെയാണ് അവിടെ ജോയിൻ ചെയ്തത് പാക്കേജിൽ. അപ്പോൾ ഇതേ അവിടെ എത്തിയിട്ടോ. ഇവിടെ വന്നിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഇത്ര അടുത്ത് ഇങ്ങനെ മഞ്ഞുമല കാണുന്നത്. കാരണം നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങിയ സമയത്ത് ചുറ്റും നോക്കിയാലും ഉണ്ട്, എന്നാൽ പോലും ഇത്ര ഇങ്ങനെ വിസിബിളായിട്ട് കാണുന്നത് ഇവിടെ വന്നതിന് ശേഷമാണ്. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ കണ്ടിരുന്നു കേട്ടോ, അതായത് നമ്മൾ കാശ്മീർ വരുന്ന അറിഞ്ഞിട്ട് കണ്ട വീഡിയോ ഒന്നല്ല. മല്ലു ഡ്രോൺ ട്രാവലർ എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനലിൽ അത് കണ്ട സമയത്ത് അവർ വന്ന സമയത്ത് ഈ ഒരു ഞങ്ങൾ നിൽക്കണ ഭാഗത്ത് ഫുള്ള് സ്നോ ആയിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ശരിക്കും അന്ന് ഡിസംബറിലെങ്ങാണ് എടുത്ത വീഡിയോ ആണത്. അപ്പോൾ ഡിസംബർ ടു ഒരു 3 മാസത്തിനുള്ളിൽ ഇവിടുത്തെ മഞ്ഞ് മുഴുവൻ ഉരുകി. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു കേബിൾ കാറാണ്. അതായത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഫേസിൽ ഗൊണ്ടോള കേബിൾ കാർ റൈഡ് എന്ന് പറഞ്ഞിട്ട് അതിനാണ് നമ്മൾ വന്നിരിക്കുന്നത് ശരിക്കും ഇന്ന്. അപ്പോൾ നമുക്ക് ഈ ശരിക്കുള്ള ആ മഞ്ഞൊക്കെ നമുക്കിന്ന് തൊടാം. അതാണ് ഫുൾ സെറ്റപ്പായിട്ട് ഫുൾ ഒരു 3-4 ലെയർ ഡ്രസ്സും അതിനനുസരിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് വന്നേ. പക്ഷെ ഇവിടെ വന്നപ്പോഴേക്കും കണ്ടില്ലേ, അവിടുന്ന് നമുക്ക് വീണ്ടും ഒരു ഓട്ടോറിക്ഷയിൽ പോകേണ്ടി വന്നു. കാരണം അങ്ങനെയാണ്, നമ്മുടെ വലിയ വണ്ടികളൊന്നും അവിടെ കയറ്റി വിടില്ല അത്രേ. അപ്പോൾ ഓരോരുത്തരായിട്ട് ഓരോ ഫാമിലി ആയിട്ട് നമ്മൾ ഓട്ടോറിക്ഷയിൽ വന്നിട്ട് ഈ ഒരു സ്ഥലത്ത്, ഇതാണ് ഒരു കേബിൾ കാർ സ്റ്റേഷൻ. ഇവിടെ വന്നപ്പോഴേക്കും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ക്ലൈമറ്റ് ആകെ ഒന്ന് മാറി. ഞങ്ങൾ വരുന്ന സമയത്ത് നല്ല വെയിലൊക്കെയും നല്ല പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു. പക്ഷേ ഇവിടെ എത്തിയപ്പോഴേക്കും നല്ല മഴ തുടങ്ങി. അപ്പോൾ ഞങ്ങളിതേ അവിടെ കയറി ഇങ്ങനെ ക്യൂവിൽ നിന്നു കേട്ടോ. നമ്മൾ ഫസ്റ്റ് തന്നെ വന്ന് ക്യൂ വന്ന് അതായത് സ്റ്റേഷൻ്റെ അടുത്ത് അവിടുന്ന് ഇങ്ങനെ നോക്കിയപ്പോഴേക്കും ആൾക്കാർ ഇങ്ങനെ ഫുള്ള് ക്യൂ ആയിട്ടോ. നമ്മൾ ഫസ്റ്റാണ് നിന്നത്. മഴ വന്നപ്പോൾ ഞങ്ങളിങ്ങനെ കുറച്ച് മാറി നിന്ന് ഏകദേശം 1 hour നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് അറിയണത് കേബിൾ കാർ പെട്ടെന്ന് അവിടെ സ്ട്രക്കായിത്രേ. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ പോയിണ്ടായിരുന്നു, അവരവിടെ ഒരു ലെവലിലെത്തിയപ്പോൾ അവരവിടെ തന്നെ നിന്നിട്ട് അവരിങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത രീതിയിൽ റിപ്പയർ ആയി. അതുകൊണ്ട് ഇന്ന് അത് നടക്കുന്നു തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമുക്ക് ഇനി ഒരു 3-4 ദിവസം ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിരിച്ച് വിട്ടോളം പറഞ്ഞു. അങ്ങനെ താഴെ വന്നു. അപ്പം അന്ന് വെറുതെ പോയി, വേസ്റ്റ് ഓഫ് ടൈം ആയിരുന്നു അന്ന്. പക്ഷേ നല്ല തണുപ്പ്, അതായത് ഞങ്ങൾ പോയതിൽ വെച്ചിട്ട് ഏറ്റവും തണുപ്പുള്ളൊരു ദിവസമായിരുന്നു. കാരണം അന്ന് അവിടെ ഇതുണ്ടായിരുന്നു, സ്നോ പെയ്യുന്നുണ്ടായിരുന്നു. നമുക്ക് മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കണ്ണുകൊണ്ട് കാണും, ക്യാമറയിൽ കാണാൻ പറ്റില്ല. മുകളിൽ മഞ്ഞുമലയിൽ ഇങ്ങനെ പെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അത്രയും നമുക്ക് ഇത്ര തണുപ്പ് താഴെ അനുഭവപ്പെടുന്നത്. പോയതിൽ വെച്ച് ഏറ്റവും തണുപ്പ് ആ ദിവസമായിരുന്നു. കാരണം മഴയും പ്ലസ് മഞ്ഞ് എല്ലാം കൂടി ആയപ്പോൾ നല്ല തണുപ്പായിരുന്നു. കൈയൊക്കെ മരവിച്ച പോലത്തെ തണുപ്പായിരുന്നു അന്ന്. പിന്നെ നമ്മൾ അവിടുന്ന് ഒരു ധാബയിൽ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം അവിടുന്ന് ഒരു ATV സ്കൂട്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവത്തിൽ നമ്മളതിനെ ഒരു വെള്ളച്ചാട്ടം കാണാൻ കൊണ്ടുപോത്രേ. അപ്പോൾ ആ പോണ ഒരു വഴിയാണ്. പക്ഷെ ഞങ്ങൾ ATV സെലക്ട് ചെയ്തില്ല, മഴ ആയതുകൊണ്ട്. മഴയില്ലെങ്കിൽ പ്ലസൻ്റ് ആയിട്ട് പോകുമായിരുന്നു, മഴ ഉണ്ടായിരുന്നു. അവിടുന്ന് ഒരു ടാക്സി പോലെ ഒരു വലിയ വണ്ടി വിളിച്ചിട്ട് 2 വണ്ടികളായിട്ടാണ് പോയത്. അതിൽ നമ്മുടെ വലിയ വണ്ടി അങ്ങോട്ട് പോകാൻ സമ്മതിക്കില്ല, കാരണം അത് നല്ല വളവും ഒക്കെയുള്ള നല്ല ഹെയർ പിൻ ബെൻഡുകൾ പോലെയൊക്കെയുള്ള ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർ എക്സ്പേർട്ട് ഡ്രൈവേഴ്സാണ്. അപ്പോൾ അവർ നല്ല സേഫായിട്ട് നമ്മളെ കൊണ്ടുപോകും. അപ്പോൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ പേര് ഡ്രങ്ക് എന്നാണ്. നമുക്ക് ഇതിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിങ്ങനെ സ്നോ ഇങ്ങനെ അല്ലെങ്കിൽ മഞ്ഞിങ്ങനെ ഉറഞ്ഞു നിൽക്കണ, അതായത് വെള്ളം ഇങ്ങോട്ട് വീഴില്ല, അങ്ങനത്തെ ഒരു വെള്ളച്ചാട്ടമാണ് വിൻ്റർ ടൈമിൽ.
ഇപ്പോൾ അത് നോർമലാണ് കേട്ടോ. ഇപ്പോൾ പോയിട്ട് നമുക്ക് ആ വെള്ളച്ചാട്ടം കാണാം. അതിൻ്റെ മുമ്പിൽ നിന്നതേ ഇതാണ് ശരിക്കുള്ള ഫോട്ടോ. ഞാൻ ഇതിവിടെ ഇടാം കേട്ടോ. കാരണം അതിൽ ശരിക്കും എങ്ങനെയാണെന്ന് വെച്ചാൽ വെള്ളം ഇങ്ങനെ ഉറഞ്ഞിങ്ങനെ ഇരിക്കുന്നുണ്ടാവും അതേ ഇതുപോലെ. ഇത് കാണാൻ നല്ല രസമാണെന്ന് അത്ര പറയുക. അവർ ഈ ടൂർ പാക്കേജിൻ്റെ ആൾക്കാർ അവർ ഈ സമയത്തും വന്നിട്ടുണ്ട്. ഇത് ഇവിടെയൊക്കെ നിന്ന് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. പക്ഷെ അപ്പോഴും മഴ നമ്മളെ ചതിച്ചു. സെക്കൻഡ് ഡേ നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല മഴ പെയ്യുന്നു. അങ്ങനെ പിന്നെ അവിടെ സീനിക്ക് ഒരു സ്ഥലമായിരുന്നു കേട്ടോ. ഇങ്ങനെ എനിക്ക് സ്വിറ്റ്സർലാൻഡിൻ്റെ ഒക്കെ ഒരു ഓർമ്മ വന്നു. ഇത്തിരി കൂടി പോയി എന്നാലും എനിക്ക് അങ്ങനെ നല്ല ഓർമ്മ വന്നു. കാരണം ആ വീടുകളുടെ ആ ഒരു പാറ്റേണും അകലേന്നുള്ള ആ ഒരു വിഷനും എല്ലാം കൂടിയിട്ട് കാണുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ വേറൊരു സ്ഥലത്ത് എത്തിയൊരു ഫീലിംഗ് ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗുൽമാർഗ് മാത്രമായിരുന്നു. കാരണം നമുക്ക് അടുത്തടുത്തുള്ള സ്ഥലങ്ങളല്ലേ നമുക്കിങ്ങനെ ജോയിൻ ചെയ്തിട്ട് കാണാൻ പറ്റുള്ളൂ. ഇത് നമ്മൾ ഉപേക്ഷിച്ചിട്ട് വേറെ ഒന്നിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ അതിനനുസരിച്ച് ടൈം മാറും, ബാക്കിയുള്ള ദിവസത്തെ ഷെഡ്യൂളൊക്കെ മാറുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്നും ചെയ്യണ്ട. അപ്പോഴേക്ക് ഏകദേശം ഒരു 3 മണി 4 മണി ആയിട്ടുണ്ടായിരുന്നു. നമുക്ക് തിരിച്ചു പോണ വഴിയിൽ വേറെ എവിടേക്കെങ്കിലും പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു എന്തായാലും നമുക്ക് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഇന്ന് തീർക്കാം, കാരണം പിന്നീട് സമയം കിട്ടിയില്ലെങ്കിലോ, അതുകൊണ്ട് ഇന്ന് തന്നെ നമുക്ക് ഷോപ്പിങ്ങിന് പോകാമെന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള എല്ലാവർക്കും ഈ ഒരു കാശ്മീരി ഡ്രൈ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ കാശ്മീരി ഐറ്റംസ് വാങ്ങണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങളും കൂടെ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ ഭയങ്കരമായിട്ട് ഷോപ്പ് ചെയ്യണമെന്ന് ഉദ്ദേശിച്ച് പോയതൊന്നുമല്ല, ചെറിയ ചെറിയ എന്തെങ്കിലും ഐറ്റംസ് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നോക്കിയപ്പോഴാണ് എല്ലാം ഒറിജിനലാണ്. അവരിങ്ങനെ ടെസ്റ്റ് ചെയ്ത് ഇങ്ങനെ പറയുന്നുണ്ട്. ആദ്യം ഒരു കാർപ്പറ്റ് ഫാക്ടറി പോലത്തെ ഈ ഒരു ആർട്ട് കാസിൽ അതിലേക്കാണ് കൊണ്ടുപോയത് കേട്ടോ. ഷോള് നോക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രസ്സുകളൊക്കെ നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അവിടെ ഫാക്ടറി തന്നെ ആയതുകൊണ്ടും ഭയങ്കര പൈസയൊക്കെ ആയിരുന്നു. നമ്മൾ ചെറിയൊരു ഷോൾ മാത്രം വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് തിരിച്ചു വന്നു. തിരിച്ചു വരുന്ന വഴിയിൽ സാധാരണ ഉള്ളൊരു പാർക്ക്, അതായത് കാശ്മീരി ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെന്നൈയിലൊക്കെ അവിടെ ഇവിടെയൊക്കെ പാർക്കുകൾ പണിഞ്ഞിരുന്ന പോലെ ഇവിടെ ഭംഗിയായിട്ട് ഇട്ടുണ്ട്. അവിടുത്തെ ക്ലൈമറ്റും നല്ല രസമായിരുന്നു. നല്ലൊരു തണുപ്പ്, എന്താ പറയുക, മുകളിലുള്ള പോലത്തെ തണുപ്പൊന്നുമില്ല കേട്ടോ. സാധാരണ ഇപ്പം നമ്മൾ താഴെ എത്തിയല്ലോ, നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. കുട്ടികൾക്ക് കളിക്കാനും കൂടെ ഒരു 4-5 പിള്ളേർ വേറെ ഉണ്ടായിരുന്നു. ഇവരുടെ ഏജ് അല്ല, കുറച്ചും കൂടി ചെറിയ കുട്ടികളായിരുന്നു. അപ്പോൾ അവരിങ്ങനെ കളിക്കുന്നുണ്ട്, ഇവരും കൂടെ കളിക്കുന്നുണ്ട്. അങ്ങനെ കുറേ നേരം നമ്മളവിടെ വർത്താനൊക്കെ പറഞ്ഞ് സ്പെൻഡ് ചെയ്തു. കാരണം നമ്മൾ ഗ്രൂപ്പായിട്ട് വന്നതുകൊണ്ട് ഇപ്പോഴാണ് നമ്മൾ പരിചയപ്പെടുന്നത് എല്ലാവരുടെയും. ഇടയിൽ യാത്രയും ബഹളവും പിന്നെ ക്ഷീണമൊക്കെ ആയിട്ട് നമ്മളങ്ങനെ അധികം സംസാരിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ പരിചയമൊക്കെ പുതുക്കി തിരിച്ചു വരണേൻ്റെ വഴിയിൽ നമുക്കൊരു കഫേയിൽ കയറിയിട്ട് ചെറുതായിട്ട് ചായയും ഒക്കെ കുടിച്ച്. അപ്പോൾ പറഞ്ഞു ഇന്നിപ്പോൾ നമ്മൾ നന്നായിട്ട് തണുത്ത് മരവിച്ചതല്ലേ, അപ്പോൾ നെക്സ്റ്റ് ഡേ നമ്മൾ എന്തായാലും മഞ്ഞ് കാണാൻ പോകണ്ട എന്നാണ് തീരുമാനിക്കണേ. കാരണം ഗുൽമാർഗിലത്തെ ആ ഒരു പ്രോബ്ലം കാരണം ഞങ്ങളൊരു ആളിനെ പരിചയപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് അവർ രാവിലെ 10 മണിക്ക് കയറിയിട്ട് രാത്രി 11 മണി വരെ അവരവിടെ കുടുങ്ങിയെന്നാണ് പറഞ്ഞത്. അപ്പം സെക്കൻഡ് ഡേ നമ്മളത് റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചു റൂമിൽ വന്നു. അപ്പോഴാണ് അറിഞ്ഞത് റൂമൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളെ റിക്വസ്റ്റ് കൊടുത്ത പോലെ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ വ്യൂ ഉള്ളൊരു റൂമും പിന്നെ അത്ര വലുത് വേണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അത്രയും ബെഡുകളുടെ ആവശ്യമില്ല. വേറെ ആൾക്കാരുടെ ഫാമിലിക്കൊക്കെ 5 പേരൊക്കെ ഉണ്ട് അവരുടെ ഫാമിലിയിൽ. അപ്പം നമുക്ക് അത്ര ആവശ്യമില്ലല്ലോ. നമുക്ക് കുറച്ചും കൂടി ഈ ഒരു ബാൽക്കണിയോട് കൂടിയിട്ടുള്ള റൂം വേണമെന്ന് അങ്ങനെ കുറേ റൂം കാണിച്ചു. അപ്പോൾ അതിലിതാണ് ഹസ്ബൻഡിന് ഇഷ്ടമായത്. അപ്പോൾ കൊണ്ട് കാണിച്ചപ്പോൾ എനിക്കും നല്ല ഇഷ്ടമായി. കാരണം നമുക്ക് രാവിലെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ ആയിരിക്കും. കാര്യം നമുക്ക് ആ വ്യൂ ഒന്നും അവിടെ നോക്കിയിരുന്നിട്ട് എൻജോയ് ചെയ്യാനുള്ളൊരു സമയമൊന്നും രാവിലെ ഉണ്ടാവില്ല. എന്നാൽ പോലും നമുക്ക് കുറച്ച് നേരത്തെ എണീറ്റിട്ട് വ്യൂ ഒക്കെ ഒന്നൊരു ആസ്വദിച്ചിരിക്കുന്നത് ഒരു പ്രത്യേക സുഖം തന്നെയാണ്. പിന്നെ അന്ന് നമ്മൾ നല്ല തണുത്ത് മരവിച്ചിട്ടൊക്കെ പോയി വന്നതുകൊണ്ട് ക്യാമ്പ് ഫയർ അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ ഫ്രഷ് അപ്പ് ആയതിനു ശേഷം താഴെ വന്ന് ക്യാമ്പ് ഫയർ വന്ന് അവരൊക്കെ കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് ഫുഡ് കഴിച്ചിട്ട് കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ ഞാനൊരു 6:30-7 മണി സമയത്ത് എനിക്കപ്പോൾ കണ്ട വ്യൂ ആണ് കേട്ടോ ഇത്. നല്ല ആ ഒരു സൂര്യൻ ഉദിച്ചു വരുന്ന ആ ഒരു ലൈറ്റ് ആ മഞ്ഞുമലയിൽ ഇങ്ങനെ തട്ടിയിട്ട് ആ ഒരു ഗ്ലോ ആ ഒരു മഞ്ഞുമലയ്ക്ക് നല്ല രസമുണ്ടായിരുന്നു. അത് ക്യാമറയിൽ കാണുന്ന പോലെയൊന്നും അല്ല, ശരിക്കും നേരിട്ട് തന്നെ കാണണം. എന്തെങ്കിലുമൊക്കെ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ പോയി കാണേണ്ട ഒരു സ്ഥലമാണ് കാശ്മീർ എന്ന് ഞാൻ പറയുള്ളൂ. ഒരേ ഒരു പ്രാവശ്യം, വൺസ് ഇൻ എ ലൈഫ് ടൈം അല്ലേ. അപ്പോൾ പോയി ഞങ്ങൾക്ക് എന്തോ ഒരു ലക്കിന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ പോകാൻ പറ്റി. ഈ ഒരു കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. രാവിലെ ഞങ്ങൾ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു. കാരണം ഇത് ഇനി നമ്മൾ ഇന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നെക്സ്റ്റ് ഡേ വേറെ സ്ഥലത്താണ് താമസിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ഇവിടുന്ന് ചെക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വ്യൂ ഒന്നും ഇനി തിരിച്ചു കിട്ടില്ലല്ലോ. അവിടെയുള്ള ആ വീടുകൾ, പിന്നെ ആ ഒരു കടുകുപാടം, ആ മഞ്ഞപ്പാടം,
അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സീനറിയിലും അല്ലെങ്കിൽ ഒരു ബുക്കിൻ്റെ കവർ പേജിലൊക്കെ അല്ലേ കാണാൻ പറ്റുള്ളൂ. നമുക്ക് നേരിട്ട് കാണണമെങ്കിൽ ഇവിടെയൊക്കെ തന്നെ വരണേ. അപ്പോൾ ഇന്ന് നഷ്ടപ്പെടണ്ടെന്ന് വിചാരിച്ചു. അതേപോലെ റൂമിൻ്റെ റൈറ്റ് സൈഡിലും ഈ ഒരു വ്യൂ തന്നെയായിരുന്നു കേട്ടോ. ആ ജനലയുടെ ആ ഒരു ബ്ലൈൻഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല വ്യൂ ആയിരുന്നു. ഈ വീടുകൾ കണ്ടാൽ തന്നെ ഒരു പ്രത്യേകതയല്ലേ, നമ്മുടെ സ്ലോപ്പി ആയിട്ടുള്ള വീടുകൾ. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം നമ്മളിങ്ങനെ കുട്ടികളെ വിളിച്ചെണീപ്പിച്ചിട്ട് അതൊക്കെ ആസ്വദിക്കാനൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് എല്ലാവരും റെഡിയായി. ഇന്നത്തെ നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് ശ്രീനഗർ എക്സ്പ്ലോർ ചെയ്യാനാണ്. അപ്പോൾ ശ്രീനഗറിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. നമ്മളിപ്പോൾ ബാരാമുള്ളയാണല്ലോ, അപ്പോൾ ഇവിടുന്ന് നമുക്കൊരു 1 hour ട്രാവൽ ഉണ്ട്. അപ്പോൾ നമ്മളൊരു സിറ്റി വ്യൂ അല്ലെങ്കിൽ സിറ്റിയിലുള്ള കുറച്ച് അട്രാക്ഷൻസ് ഒന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. മെയിൻ അട്രാക്ഷൻ സമ്മറിൽ തുലിപ്പ് ഗാർഡൻ ആണ്. അപ്പോൾ തുലിപ്പ് ഗാർഡൻ കുറച്ച് കാലത്തേക്ക് ഓപ്പൺ ആക്കുള്ളൂ. അപ്പോൾ ആ സമയത്ത് നമ്മൾ പോയി കാണണം. എത്രയോ വെറൈറ്റീസ് ഓഫ് തുലിപ്സ് അവിടെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. നമുക്ക് സമ്മറിൽ വന്നു കഴിഞ്ഞാൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സ്ഥലമാണ് ഈ ഒരു തുലിപ്പ് ഗാർഡൻ. അപ്പം അതിന് മുമ്പ് നമ്മൾ ഒരു ടെമ്പിളിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരിട്ട് നമ്മൾ ആ അമ്പലത്തിലേക്കാണ് പോവുക. അതായത് ശങ്കരാചാര്യ ടെമ്പിൾ എന്നാണ് അതിൻ്റെ പേര്. അതൊരു മലയുടെ മുകളിൽ തന്നെയാണ്. അവിടേക്ക് പോകുമ്പോഴും പ്രത്യേക ചെക്കിംഗ് ഉണ്ട്. ഇവിടെ വന്നതിന് ശേഷം ഞാൻ ശ്രദ്ധിച്ച വേറൊരു കാര്യം കേട്ടോ, ഓരോ ഒരു 100 മീറ്റർ 200 മീറ്ററിലും ഓരോ പട്ടാളക്കാർ നിൽക്കുന്നുണ്ടാവും കേട്ടോ. റോഡിലാണെങ്കിലും മെയിൻ ആയിട്ടുള്ള സ്ഥലങ്ങളിലാണെങ്കിലും എല്ലായിടത്തും. ഇവിടെ ഈ ഗ്രാമപ്രദേശം പോലത്തെ സ്ഥലത്ത് മാത്രമേ കാണാത്തുള്ളൂ. അതും കുറച്ച് സിറ്റി ആയിട്ടുള്ള ഒരു ഭാഗത്തൊക്കെ ആൾക്കാരുണ്ടാവും കേട്ടോ. ഭയങ്കര സേഫ്റ്റിയാണ്, ഭയങ്കരമായിട്ട് നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എത്ര ആൾക്കാരാണ് നമുക്ക് ചുറ്റും നിൽക്കണേന്നുള്ളത് ഇവിടെ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. സാധാരണ നമ്മുടെ ചെന്നൈയിലും അല്ലെങ്കിൽ കേരളത്തിലും ഒക്കെ ആണെങ്കിൽ നമുക്കത് കാണാൻ പറ്റില്ല. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എത്ര ഇതായിട്ടാണ് അവർ നമ്മളെ നോക്കുന്നത്, എത്ര സേഫ്റ്റി മെഷേഴ്സാണ് എടുക്കണേന്നുള്ളത് നമുക്ക് ഇവിടെ വന്നാലേ മനസ്സിലാവുള്ളൂ. നമുക്കൊന്ന് സുഖമായിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട് എത്രയോ ആൾക്കാരാണ് ഇവിടെ ഉറക്കം കളഞ്ഞിട്ട് കാവൽ നിൽക്കണേന്നുള്ളതൊക്കെ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഫീലിംഗ് ഒക്കെ നമുക്കിവിടെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി വരും. ഇപ്പം നമ്മൾ ചെന്നൈയിലാണെങ്കിലും ആ ആൾക്കാർ അവിടെ നിൽക്കണോണ്ടാണ് നമ്മൾ ഇവിടെയും സമാധാനമായിട്ട് ജീവിക്കണേ എന്നൊക്കെയുള്ള കാര്യങ്ങൾ കുട്ടികൾക്കും അത് നമുക്കൊരു വാല്യൂ ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ചെക്കൗട്ട് ചെയ്ത് ലഗേജ് എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു രാത്രി തന്നെ. അതുകൊണ്ട് നമുക്കതൊക്കെ ഈസി ആയിരുന്നു കേട്ടോ. കുറേ നമ്മളെ പണികളൊക്കെ തീർത്തിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനമായിട്ട് രാവിലെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ വന്ന സ്ഥലത്തേക്ക് തന്നെയാണ് തിരിച്ചു പോകുന്നത്. അതായത് നമ്മൾ ശ്രീനഗറിൽ നിന്നാണല്ലോ വന്നത്, അവിടെ തന്നെ എത്തി. അപ്പം നമ്മൾ ഇനി ഇവിടുന്ന് ആ ഒരു അമ്പലത്തിലേക്ക് പോകണു, അവിടുന്ന് തുലിപ്പ് ഗാർഡൻ കാണാൻ പോകണു. ലാസ്റ്റ് ഒരു 4 മണിയോട് കൂടിയിട്ട് ഡാൽ ലേക്കിൽ വരണം. അതാണ് നമ്മളുടെ കറൻറ്റ് പ്ലാൻ. അപ്പോൾ ആ ഒരു അമ്പലത്തിലേക്ക് കയറുന്ന ഒരു വഴി എത്തിയിട്ടോ. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ചെക്കിങ് ഉണ്ടാവും. ആ ചെക്കിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് കയറ്റി വിട്ടുള്ളൂ. അപ്പോൾ ഇതും ഒരു അത്രയ്ക്കില്ലെങ്കിൽ പോലും ഒരു ഇങ്ങനെ ചുറ്റി കയറേണ്ട ഒരു മലയുടെ മുകളിൽ തന്നെയാണ് ഈ അമ്പലം. ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഈ അമ്പലത്തിനെ കുറിച്ചിട്ട്. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഈ വണ്ടി ഫുള്ള് ചെല്ലില്ല. ഒരു സ്ഥലത്ത് ചെന്ന് അവിടെ പാർക്ക് ചെയ്തിട്ട് അവിടെ നമ്മൾ ഓട്ടോ വിളിച്ചിട്ട് പോകണം. അപ്പോൾ ബാക്കിയുള്ള ആ അമ്പലത്തിൻ്റെ വിശേഷങ്ങളും ബാക്കിയുള്ള നമ്മളുടെ 3rd ഡേയുടെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് 3rd വീഡിയോയിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം.